റീൽസിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് പരിചിതമായിട്ടുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളൊരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ ഒരു കേക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടേണ്ട, നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇതൊരു ചീസ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രീം ചീസോ അല്ലെങ്കിൽ മാസ്കോപോൺ ചീസോ വേണം. പക്ഷേ ഇതിന് ഭയങ്കര വിലയാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ചെലവ് ചുരുക്കി ഇത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതിനാകെ ആവശ്യമുള്ളത് 450 ml 2 പാക്കറ്റ് ഹൈ ഫാറ്റ് കണ്ടന്റ് ഉള്ള പാലാണ്. അതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ട് നമുക്ക് പിന്നെ ആവശ്യമുള്ളത് ചെറുനാരങ്ങയാണ്. ഒരു 2 ചെറുനാരങ്ങ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ വിനാഗിരി ആയാലും മതി. പാല് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് നീര് പിഴിഞ്ഞ് എടുക്കാം. പാല് നല്ലോണം തിളച്ച് വരുമ്പോൾ മാത്രം നമുക്കിതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് അടുത്ത ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മൊത്തം നമ്മൾ 3 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇതിലേക്ക് ഇടേണ്ടത്. ഇത് നന്നായി സെപ്പറേറ്റ് ആയി നമുക്ക് മനസ്സിലാവുന്ന ഒരു പച്ച കളർ വെള്ളവും നമ്മൾ പിരിഞ്ഞ പാലും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു സ്ട്രെയിനറിൽ കൂടെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല പ്രസ് ചെയ്ത് ആ വെള്ളം മൊത്തം കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് നമുക്ക് ഇനി ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ചില്ലായി കിട്ടട്ടെ. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ആവശ്യം. മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധാരണ കപ്പ് എടുത്താൽ മതി. ഒരു കപ്പ് 250 ml എന്നുള്ള അളവ് മാത്രം ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. സ്പൂൺ ആണെങ്കിലും ഒരു ടീസ്പൂണും ടേബിൾ സ്പൂണും മാത്രം ഉണ്ടെങ്കിലും മതി. പക്ഷേ ബേക്കിങ്ങിൽ നമ്മൾ എപ്പോഴും മെഷറിങ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, കാരണം ഇതൊക്കെ സ്റ്റാൻഡേർഡ് മെഷറിങ്സ് ആണ്. പഞ്ചസാര പൊടിച്ച് ഞാൻ മാറ്റി വെച്ചു. ഇനി ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം നമ്മൾ ആ ഗ്രൈൻഡർ ജാറിലേക്ക് ഇട്ട് നമ്മൾ ചില്ല് ചെയ്ത് ക്രീം ചീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രീം ചീസ് എന്ന് പറയാറായിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ വനീല എസൻസും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ച് എടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര വില കൂടിയ ക്രീം ചീസ് നമുക്ക് വളരെ ഈസി ആയിട്ട് അതേ പെർഫെക്ഷനിൽ ലുക്ക് വൈസ് മാത്രമല്ല ടേസ്റ്റ് വൈസ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച് പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വടിച്ച് തന്നെ അങ്ങോട്ട് ഇട്ടോ കേട്ടോ, കാരണം ഇത് എന്ത് കോസ്റ്റ്ലി ആണെന്ന് നമുക്കറിയാമല്ലോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു മൊമെൻറ്റിലാണ് നമ്മുടെ അവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പം നമ്മളിവിടെ ഒരു 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാണ്. അടുപ്പിലാണെങ്കിൽ ഹൈ ഫ്ലെയിം 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അതേ ഗ്രൈൻഡർ ജാറിലേക്ക് ഒരു റൂം ടെമ്പറേച്ചറിൽ മുട്ട, പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ വനീല എസൻസും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 20 സെക്കൻഡ് ലോ സ്പീഡിൽ അത് ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിൽ ഫ്ലോർ ആഡ് ചെയ്യാനുള്ള സമയമാണ്. ഒരു സീവ് വെച്ചിട്ട് ഇതേപോലെ 1 ടേബിൾ സ്പൂണും 1/2 ടീസ്പൂണും മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് ചെറുതായി മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ഇടണം. ആ ഫ്രഷ് ക്രീം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, കാരണം നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള കേക്ക് വേണ്ടേ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടെ ഇട്ട് കൊടുക്കാം. പൊടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഞാൻ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. 4.5 ഇഞ്ചാണ് കേട്ടോ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാൻ പറ്റിയത്. പക്ഷെ 4.5 ഇഞ്ചിൻ്റെ എൻ്റെ കയ്യിലില്ല. 4 ഉണ്ട് 5 ഉണ്ട്. അപ്പം 4 ആണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പൊങ്ങിപ്പോവും. അപ്പം അത് കാരണമാണ് ഞാൻ 5 എടുത്തത്. 4.5 പിന്നെ മേടിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ 5 ഇഞ്ചിലും നല്ല പെർഫെക്റ്റ് ആയി തന്നെ നമുക്ക് കിട്ടി. ഇനി ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് 2 ലെയർ വേണം. അപ്പം ഞാൻ ഒരു വലിയ ഷീറ്റ് മടക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് ഇതുപോലെ ആ ഷേപ്പ് ഒന്ന് കാവ് ചെയ്ത് എടുക്കുകയാണ്. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണ്ട. കണ്ടോ, ഒരു പാത്രം പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ എളുപ്പമാണ്. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം, കാരണം നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ ചീസ് കേക്ക് ഊരി വരണം. സൈഡ് നമുക്കിതുപോലെ ഒന്ന് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്താൽ നീറ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആയിരിക്കും. മാത്രമല്ല നമുക്ക് ബട്ടർ പേപ്പർ എല്ലാം കൂടെ വെച്ചിട്ട് ഓവനിലേക്ക് ഇത് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും ആയിരിക്കും. ഇനി ഒരു 25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഉള്ള ഹൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്യാം. നമ്മുടെ എയർ ബബിൾസ് ഒക്കെ ഒന്നും നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചീസ് കേക്ക് ആയതുകൊണ്ട് നന്നായി തന്നെ പോകണം. ഇനി നമുക്ക് നമ്മുടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച അവനിലേക്ക് ഒരു 20 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. OTGയിലാണെങ്കിൽ, മൈക്രോവേവിലാണെങ്കിൽ 10 മിനിറ്റ്സ് 200 ഡിഗ്രി സെൽഷ്യസിൽ, അടുപ്പിലാണെങ്കിൽ 20 മിനിറ്റ് ഹൈ ഫ്ലെയിം വെക്കാം. കേക്ക് അവനിലേക്ക് വെച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ ഭയങ്കര ഒരു മെസ്സായിരിക്കും. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്ന സമയമാണിത്. ഞാൻ പാത്രമൊക്കെ കഴുകുകയാണ്, പക്ഷെ എൻ്റെ മനസ്സ് ഓവനിലകത്തേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ടൂത്ത് പിക്ക്
ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു നീറ്റായിട്ടുള്ള സ്ക്യൂർ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. എടുക്കുമ്പോൾ ഈ ചീസ് കേക്ക് ആയതുകൊണ്ട് ഒരുപാട് അങ്ങനെ നീറ്റായിരിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു ടവലിട്ട് മൂടാം. ഒരു സമയം നമുക്ക് നമ്മുടെ ടോപ്പിങ്ങിലേക്കുള്ള ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. മിൽക്ക് ചോക്ലേറ്റ് ആണ് ശരിക്കും വേണ്ടത്, പക്ഷേ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ശ്രുതി ചേച്ചി കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഇതും കൊണ്ടുവന്നു. അപ്പം ആള് കൊണ്ടുവന്നതായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റെസിപ്പിയിൽ ഇന്ന് ഞാൻ ടോപ്പിങ്ങിന് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നത്. ശരിക്കും ഈ റെസിപ്പിക്ക് നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ആണ് ടേസ്റ്റ് വൈസ് നല്ലത്. അപ്പം വാൻ ഹൂട്ടൻ്റെ ഒക്കെ പ്രീമിയം മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക് മതി കേട്ടോ, അതും നല്ല ടേസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന്റെ മേലെ വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ നാക്കി കൊടുത്താൽ എളുപ്പമാണ്. അങ്ങനെ വേണമെങ്കിൽ മൈക്രോവേവ് ചെയ്താലും മതി. അപ്പം നമ്മളിവിടെ കേക്ക് ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിമോൾഡ് ചെയ്യാം. പയ്യെ ആ ഒരു ബട്ടർ പേപ്പർ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നടുക്ക് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് ആ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് പയ്യെ ബാക്കിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്തെടുക്കുക. ഇതിന് പകരം ആ ബട്ടർ പേപ്പറിൽ നമുക്കൊരു വലിയ സ്പാച്ചില, ഒരു വലിയ ചട്ടകം വെച്ച് ഇതിങ്ങനെ ദോശ എടുക്കുന്ന പോലെ എടുത്ത് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ചാലും മതി കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടോ, സൈഡൊക്കെ നല്ല സോഫ്റ്റ് ആയി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഐഡിയൽ ചീസ് കേക്ക് ലുക്ക്. ഇത് മാത്രമല്ല ടേസ്റ്റും നല്ലതായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാം, പക്ഷെ ഇതിൻ്റെ ഒരു സെർവിങ് രീതിയുണ്ട്. നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഇതുപോലെ സൈഡിൽ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഗ്ലാസ് ഇങ്ങനെ എടുത്ത് നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കുഴിച്ചു കൊടുക്കുക. എന്തോരം റീൽസ് നമ്മൾ കണ്ടിരിക്കണല്ലേ ഇതിൻ്റെ. ശരിക്കും പറഞ്ഞാൽ റീൽസ് കണ്ടിട്ട് എനിക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര കൊതി തോന്നി. മേടിച്ച് കഴിക്കാന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര വിലയാണ്. അങ്ങനെ നോക്കിയിരുന്നിട്ടാണ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെസിപ്പി ഞാൻ ട്രൈ ചെയ്തത്. ഈ ഒരു പാലറ്റ് നൈഫ് വെച്ച് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തിട്ടല്ലേ എല്ലാവരും വീഡിയോസ് ഇട്ടേക്കുന്നത്. ശരിക്കും ഭയങ്കര എന്തൊരു ഭംഗിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും വില കൂടിയ ഒരു കേക്ക് നമ്മൾ വളരെ ചെലവ് ചുരുക്കി സിമ്പിളായിട്ട് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലേ? സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.